കൃഷ്ണ ജ്യോതിഷാലയത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഇപ്പോഴത്തെ ചുറ്റുപാടിൽ എത്ര ജോലിയെടുത്താലും എത്ര കഠിനാധ്വാനം ചെയ്താലും രാവും പകലും പണിയെടുത്താലും ധനം കൈക്ക് എത്താതിരിക്കുക, അഥവാ ധനം കൈ വന്നിട്ടുണ്ടെങ്കിൽ അത് അപ്പം തന്നെ ചിലവായി പോവുക എന്നുള്ളതാണ് പറയുന്നത്. വരുമാനം തികയാതെ വരിക, അതായത് നമ്മൾക്ക് കിട്ടുന്ന തൊഴിലിനനുസരിച്ചുള്ള കിട്ടുന്ന വരുമാനം തികയാതെ വരിക. തികയാതെ വരണമെങ്കിൽ നമ്മൾക്ക് എന്ത് വേണം? അവിടെ കടം ഉണ്ടായിരിക്കണം എന്നുള്ള സത്യം തന്നെ. അത് പെട്ടുപോവുക അല്ലെങ്കിൽ ചെന്ന് പെടുക, ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ ഒരു പ്രതിവിധിയാണ്. അതുപോലെ തന്നെ ഗ്രഹത്തിനുണ്ടാകുന്ന സാമ്പത്തിക പ്രശ്നങ്ങളും അതുപോലെ തന്നെ എല്ലാതരം പ്രശ്നങ്ങളിൽ നിന്നും മുക്തി നേടുവാനും ഭവനത്തിൽ എപ്പോഴും സന്തോഷങ്ങൾ നിലനിൽക്കുവാനും എല്ലാറ്റിനും കൂടിയിട്ടുള്ള ഇതെല്ലാം ചെയ്യണം എന്നുള്ളത് നമുക്ക് നോക്കാം. വീഡിയോയിൽ കിടക്കാം. കടുക് വഴി നമ്മൾക്ക് പലവിധ കാര്യങ്ങളും നടത്താൻ പറ്റും എന്ന് തന്നെ പറയാം. അത് എന്താണെന്ന് വെച്ച് പറഞ്ഞാൽ കടുക് അതിൻ്റെതായിട്ടുള്ള രീതികളിൽ പ്രയോഗിക്കണം എന്നുള്ളതാണ് പറയുന്നത്. കടുക് പാത്രത്തിൽ പണമോ കാസുകളോ നാണയത്തൊട്ടുകളോ സ്വർണ്ണ നാണയങ്ങളോ ഇട്ട് വെച്ച് കഴിഞ്ഞാൽ അത് പെരുകും എന്നൊരു ചൊല്ലുണ്ട്. പക്ഷെ അത് എങ്ങനെ ചെയ്യണം, ഏത് വഴി ചെയ്യണം എന്നുള്ളതാണ്. അത് ചെയ്യേണ്ട വിധം എങ്ങനെയാണെന്ന് വെച്ച് പറഞ്ഞാൽ ആദ്യം ചെയ്യേണ്ടത് നമ്മുടെ ഭവനം ഒന്ന് ശുദ്ധമാക്കണം എന്നുള്ളതാണ്. ഭവനം പറഞ്ഞാൽ വീട് തന്നെയാണ്. വീട് പുണ്യാകം തെളിച്ച് എല്ലാ മുറികളും പുണ്യാകം തെളിച്ച് അടിച്ചു തുടച്ച് പുണ്യാകം കൂടി തെളിച്ചതിന് ശേഷം അതിനുശേഷം വന്നിട്ട് ഒരു മഞ്ഞ തുണി എടുക്കുക. ഒരു മഞ്ഞ തുണി വെച്ച് പറഞ്ഞാൽ നമുക്ക് ഏകദേശം ഒരു കടുക് പൊതിയാൻ പാകത്തിൽ, ഒരു കടുക് വരുമ്പോൾ കുറച്ച് കടുക് എടുത്തിട്ട് കാര്യമില്ല, കുറച്ച് കൂടുതൽ കടുക് എടുക്കണം. ഒരു പിടിയോ അല്ലെങ്കിൽ 1.5 പിടിയോ കടുക് എടുക്കണം. എടുത്തിട്ട് അത് കെട്ടി വെക്കാനുള്ള ഒരു സൗകര്യം, അതായത് കടുക് മാത്രമല്ല, കടുകും അതിൽ കർപ്പൂരം ഇടുക. ഈ മഞ്ഞപ്പട്ടിൽ കടുകും കർപ്പൂരും ഇടുക എന്നിവ വീട്ടിൽ അത് ചുറ്റി കെട്ടിയിട്ട് വീട്ടിൻ്റെ പ്രവേശന ഗേറ്റ് ഉണ്ടല്ലോ, നമ്മൾ വീട്ടിൻ്റെ പ്രവേശിക്കുന്ന ഗേറ്റിൽ തൂക്കി ഇടണം എന്നാണ് പറയുന്നത്. തൂക്കി ഇട്ട് കഴിഞ്ഞാൽ സാമ്പത്തികപരമായിട്ടുള്ള എല്ലാ വാതിലുകളും തുറക്കും എന്ന് പറയുന്നത്. സാമ്പത്തികം വരാനുള്ള വാതിലുകൾ തുറക്കപ്പെടുന്ന പറയുന്നത്. വാതിലുകൾ തുറക്കപ്പെടുന്ന പറഞ്ഞാൽ അതിനുള്ള സാധ്യതകൾ തെളിഞ്ഞു വരും എന്നാണ് പറയുന്നത്. അപ്പോൾ കടുകിനെ കൊണ്ട് ഉള്ളതുണ്ട്. അതുപോലെ തന്നെ കടുകുകൾ നമ്മുടെ ഭവനത്തിൻ്റെ പല ഭാഗങ്ങളിലും വെതറിയിടുക. നമ്മൾ ഭവനത്തിൻ്റെ ഭവനത്തിൻ്റെ ഉള്ളിലല്ല പറയുന്നത്, സ്ഥലത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും ചുറ്റിലും എല്ലാം കുറച്ചായിട്ട് വെതറിയിടുക. അങ്ങനെ വെതറിയിട്ട് കഴിഞ്ഞ് പറഞ്ഞാൽ ഭാഗ്യദേവത, സാമ്പത്തിക ദേവത ലക്ഷ്മി ദേവി പ്രസാദിക്കും എന്നുള്ളതാണ് പറയുന്നത്. സാമ്പത്തിക ശേഷി എല്ലാവരിലും തുറക്കുകയും വീട്ടിൽ തന്നെ നെഗറ്റീവ് എനർജി പുറന്തള്ളി പോസിറ്റീവ് എനർജി ഉള്ളിലേക്ക് വരികയും ചെയ്യും. അതായത് ഈ കടുക് വെതറിനോട് കൂടിയിട്ട് നെഗറ്റീവ് എനർജി പുറത്തേക്ക് പോവുകയും പോസിറ്റീവ് എനർജി ഉള്ളിലേക്ക് കയറ്റുകയും ചെയ്യും എന്ന് പറയുന്നത്. വീട്ടിൽ ദിവസവും കുറച്ച് കടുക് വെതറേണ്ടത് ഉത്തമമായിട്ട് പറഞ്ഞു. ദിവസം, അതായത് ഒരു ദിവസം കൊണ്ട് ഇതല്ല, നമ്മൾ നിത്യോപയോഗ സാധനങ്ങൾ ഇപ്പോൾ മുറ്റം അടിക്കുന്നത് പോലെ തന്നെ മുറ്റം അടിച്ചു കഴിഞ്ഞ് പറഞ്ഞാൽ കുറച്ച് കടുക് ഇങ്ങനെ വെതറി ഇടുന്നത് ഉത്തമമാണ്. ഇത് ഭവനത്തിൻ്റെ സുരക്ഷിതത്വം, വാസ്തു സംബന്ധമായിട്ടുള്ള ദോഷത്തിനും, വീട്ടിൻ്റെ സുരക്ഷിതത്വത്തിനും വാസ്തു സംബന്ധമായിട്ടുള്ള ദോഷത്തിനും, ബിസിനസ്സിലും ജോലിയിലും സ്ഥാനക്കയറ്റത്തിനായിട്ടും ഇത് ഉപയോഗിക്കാം. അതിനെന്താ വെച്ച് പറഞ്ഞാൽ കുറച്ച് കടുകെടുത്ത് തലയിൽ വെച്ച് അതിൽ കുറച്ച് മഞ്ഞൾപ്പൊടിയും ഇട്ട്, കടുകിൽ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കാര്യസാധ്യത്തിന് വേണ്ടി വെള്ളത്തിൽ കലക്കി ഒഴിച്ചു കളയുക. അതായത് കടുക് എടുത്തിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് നമ്മളെ ചുറ്റിയതിന് ശേഷം വെള്ളത്തിൽ കലക്കിയതിന് ശേഷം നമ്മുടെ കാര്യസാധ്യത്തിന് ശേഷം എടുത്തു വെച്ചതിന് ശേഷം കാര്യസാധ്യത കഴിഞ്ഞതിന് ശേഷം ഒഴിച്ചു കളയുക എന്ന് പറയുന്നത്. കാര്യസാധ്യതയ്ക്ക് ശേഷം വെള്ളത്തിൽ കലക്കി ഒഴിച്ചു കളയുക.
ദുഷ്ടശക്തികളിൽ നിന്ന് മോചനം കിട്ടും എന്നാണ് പറയുന്നത്. ദുഷ്ടശക്തികളിൽ നിന്ന് മോചനം പറ്റുന്നത് ദുഷ്ടശക്തികളുടെ പ്രവർത്തനം മൂലം നമ്മൾക്ക് കിട്ടാത്ത ജോലി കിട്ടാതിരിക്കുക, സ്ഥാനക്കയറ്റം ഉണ്ടെങ്കിൽ സ്ഥാനക്കയറ്റം കിട്ടാതിരിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങൾക്കെല്ലാം ഇത് ഉപകരിക്കും എന്നാണ് പറയുന്നത്. വാസ്തു സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ കാരണം കടബാധ്യത, സാമ്പത്തിക ബുദ്ധിമുട്ട്, തൊഴിൽ തടസ്സം അതൊക്കെ വരാനുള്ള സാധ്യതകളുണ്ട്. കുടുംബശാസ്ത്ര വാസ്തു സംബന്ധമായിട്ടും ബന്ധപ്പെട്ടതായിട്ട് പറയാൻ പോകുന്നതുണ്ട്. വീട്ടിൻ്റെ നെഗറ്റീവ് എനർജി തന്നെയാണ് നെഗറ്റീവ് എനർജി തന്നെ ഇല്ലാണ്ടാക്കുന്നത് എന്നാണ് പറയുന്നത്. നെഗറ്റീവ് എനർജി പറഞ്ഞാൽ മൊത്തത്തിൽ വാസ്തു സംബന്ധമായിട്ട് വല്ല പ്രശ്നമുണ്ടെങ്കിലും ഭവന സംബന്ധമായിട്ട് ദൃഷ്ടിശക്തി വല്ല ദോഷമുണ്ടെങ്കിലും അതിനെല്ലാം പോസിറ്റീവാക്കി മാറ്റുവാനുള്ള കഴിവ് ഈ കടുകിനുണ്ട് എന്ന് പറയുന്നത്. പക്ഷെ കടുക് ചെയ്യുമ്പോൾ ഞാൻ ആദ്യം പറഞ്ഞ മാതിരി ആദ്യം ചെയ്യേണ്ടത് വീട് ശുദ്ധീകരിച്ച് അടിച്ച് തുടച്ച് വൃത്തിയാക്കി ശുദ്ധീകരിച്ചതിന് ശേഷം പുണ്യാകം തെളിച്ചതിന് ശേഷമാണ് ഞാൻ നേരത്തെ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ചെയ്യേണ്ടത്. അത് എന്നും അടിച്ചു തുടച്ച് വൃത്തിയാക്കണോ എന്ന് ചോദിക്കും. വേണ്ട, ആദ്യത്തെ ഒരു ദിവസം, ഒരു വെള്ളിയാഴ്ച ദിവസമാണ് ഉത്തമമായിട്ട് എടുക്കുക, അല്ലെങ്കിൽ തിങ്കളാഴ്ച ദിവസം എടുക്കുക. ഈ 2 ദിവസങ്ങളിൽ ഏതെങ്കിലും ഒരു ദിവസം വീടെല്ലാം വൃത്തിയാക്കി അടിച്ച് തുടച്ച് വൃത്തിയാക്കി പുണ്യാകം തെളിച്ചതിന് ശേഷം കടുക് ചുറ്റിങ്ങനെ ഗേറ്റിൽ വെക്കുക. അത് ആഴ്ചയിൽ ഒരു പ്രാവശ്യം മാറ്റിക്കൊണ്ടിരിക്കുക എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ ഈ കടുക് വെതറിയുന്നത് ഒരു ദിവസേന ഒരു പതിവാക്കി മാറ്റുക. ഈ കടുക് വെതറിയുന്നത് ദിവസേന മുറ്റുപടി കഴിഞ്ഞ് പറഞ്ഞാൽ, അല്ലെങ്കിൽ നമ്മുടെ പരിസരം മറ്റുള്ളതൊക്കെ അടിക്കണ സമയത്ത്, ഇനിയിപ്പോൾ മുറ്റവും മറ്റുള്ള പരിസരമൊന്നും ഇല്ലാത്തവരുണ്ടാവും, ഈ ടൗണുകളിലൊക്കെ താമസിക്കുന്നവരുണ്ടാവും. അപ്പോൾ അങ്ങനെയാണെന്ന് വെച്ചാൽ പറഞ്ഞാൽ നമ്മൾ നടക്കുന്ന സ്ഥലമുണ്ടല്ലോ, അതായത് പുറമെ നടക്കുകയാണെങ്കിൽ നടക്കുന്ന സ്ഥലങ്ങളിലെല്ലാം കുറച്ച് കണ്ട് സൈഡ് അതായത് വീട്ടിൻ്റെ പുറം വശമാണ് പറയുന്നത്. വീട്ടിൻ്റെ പുറം വശം അതിപ്പോൾ റോഡായിട്ട് വരികയാണെങ്കിൽ റോഡിൻ്റെ അരികിൽ ഇങ്ങനെ കുറച്ചിങ്ങനെ ഇട്ടാലും മതി എന്ന് പറയാം. ടൗണുകളിൽ താമസിക്കുന്നവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്, കാരണം ഇങ്ങനെയൊന്നും ചെയ്യാൻ പറ്റില്ല. അതേസമയം ഗ്രാമത്തിൽ താമസിക്കുന്നവർക്ക് മുറ്റമോ അല്ലെങ്കിൽ പറയുന്ന ബാക്കിലോ ഒക്കെ സ്ഥലമുണ്ടാവും, അവിടെയൊക്കെ ഇടാമെന്ന് പറയുന്നത്. ടൗണിൽ താമസിക്കുന്നവർക്ക് ഇത് പറ്റും. അതിന് ഗേറ്റിൽ തൂക്കി വെച്ചാൽ മാത്രം മതി. ഇനിയിപ്പോൾ കടുക് വെതറാൻ പറ്റാത്ത സ്ഥലമുണ്ടെങ്കിൽ ചുറ്റ് ബോർഡർ ഉണ്ടാവും, അതായത് ഒരു താമസം. പിന്നെ വാടകയ്ക്കെല്ലാം താമസിക്കുന്നവരാണെങ്കിൽ ഒരു നിവൃത്തിയില്ല, കാരണം ഇപ്പോൾ അപ്പാർട്ട്മെൻറ്റിലൊക്കെ ഇരിക്കുന്നവർക്കാണെങ്കിൽ ഒരു നിവൃത്തിയില്ല എന്ന് പറയും. അപ്പോൾ അവർക്ക് എന്താ വെച്ച് പറഞ്ഞാൽ അപ്പാർട്ട്മെൻറ്റ് താമസിക്കുന്നവർക്കാണ് പറഞ്ഞാൽ അവരുടെ വീട്ടിൻ്റെ ഡോറിൻ്റെ അവിടെ മുകളിൽ എവിടെയെങ്കിലും ഇത് തൂക്കിയിടുക എന്നുള്ളത് പറയുന്നത്. ഇപ്പോൾ CCTV ക്യാമറ എല്ലാം ഉള്ള സ്ഥിതിക്ക് ആരും എടുത്തിട്ട് പോവുകയാണെങ്കിൽ അറിയുകയൊക്കെ ചെയ്യാം എന്ന് പറയും. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഞാൻ ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളിലെല്ലാം അത്ഭുതപ്പെടുത്തുന്ന ലെവലിൽ മാറ്റം വരുവാനുള്ള സാധ്യതയുണ്ട്. നമസ്കാരം.